Realism and education. Realism in education is a philosophy that emphasizes the importance of teaching students about the real world. It's based on the belief that education should be practical and relevant to students' lives. Realism encourages teachers to use real life examples, experiences, and practical skills to help students learn. This approach aims to prepare students for the challenges they will face in the real world and focuses on subjects like science, maths, and occasional skills. It contrasts with more abstract and idealistic educational philosophies. യഥാർത്ഥ ലോകത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു തത്വശാസ്ത്രമാണ് വിദ്യാഭ്യാസത്തിലെ റിയലിസം. വിദ്യാഭ്യാസം പ്രായോഗികവും വിദ്യാർത്ഥികളുടെ ജീവിതത്തിന് പ്രസക്തവുമാണെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നതിന് യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളും അനുഭവങ്ങളും പ്രായോഗിക കഴിവുകളും ഉപയോഗിക്കാൻ റിയലിസം അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമീപനം വിദ്യാർത്ഥികളെ യഥാർത്ഥ ലോകത്ത് അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് സജ്ജരാക്കുന്നതിനും സയൻസ്, ഗണിതം, തൊഴിലധിഷ്ഠിത വിഷയങ്ങൾ തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇത് കൂടുതൽ അമൂർത്തമായ അല്ലെങ്കിൽ ആദർശപരമായ വിദ്യാഭ്യാസ തത്വചിന്തകളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Realism and education. Realism is the practice of looking upon things in their true nature and dealing with them as they are. The word realism has its origin from the Latin word realis, meaning relating to things or concerning some object. According to realism, things as we see and perceive are realities. Realists firmly hold that only knowledge acquired through senses is true. Hence, what we perceive through senses is real in nature and the only true entity of the world. As a school of philosophy, realism holds the view that objective reality or the material universe exists independently of the conscious mind. For example, a rose exists whether or not a person is aware of it. കാര്യങ്ങളെ അവയുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നോക്കുകയും അവ ഉള്ളതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് റിയലിസം. റിയലിസം എന്ന വാക്കിൻ്റെ ഉത്ഭവം ലാറ്റിൻ പദമായ റിയലിസ് എന്നതിൽ നിന്നാണ്. കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ടതോ ആണ് എന്നർത്ഥം. റിയലിസം അനുസരിച്ച് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നേടിയെടുക്കുന്ന അറിവ് മാത്രമാണ് സത്യം എന്ന് റിയലിസ്റ്റുകൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ ഇന്ദ്രിയങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് പ്രകൃതിയിൽ യാഥാർത്ഥ്യവും ലോകത്തിൻ്റെ ഒരേ ഒരു യഥാർത്ഥ അസ്തിത്വവുമാണ്. തത്വചിന്തയുടെ ഒരു വിദ്യാലയം എന്ന നിലയിൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമോ ഭൗതിക പ്രപഞ്ചമോ ബോധമനസ്സിൽ നിന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്ന വീക്ഷണം റിയലിസം പുലർത്തുന്നു. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് അത് അറിയാമെങ്കിലും ഇല്ലെങ്കിലും റോസാപ്പൂ നിലനിൽക്കുന്നു. As a school of philosophy, realism holds the view that objective reality or the material universe exists independently of the conscious mind. The chief exponents of realism are Aristotle, known as father of realism and scientific method, St. Thomas Aquinas, Francis Bacon, John Locke, and Bertrand Russell. Fundamental tenets of realism. In modern philosophy, the term realism is applied to the doctrine which states that ordinary objects of sense perception, such as tables and chairs, have an existence
independent of their being perceived. The following are the main tenets of realism. ആധുനിക തത്വചിന്തയിൽ റിയലിസം എന്ന പദം പ്രയോഗിക്കുന്നത് മേശകളും കസേരകളും പോലുള്ള ഇന്ദ്രിയ ധാരണയുടെ സാധാരണ വസ്തുക്കൾക്ക് അവയുടെ ധാരണയിൽ നിന്ന് സ്വതന്ത്രമായൊരു അസ്തിത്വമുണ്ടെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തത്തിനാണ്. റിയലിസത്തിന്റെ പ്രധാന തത്വങ്ങൾ താഴെ പറയുന്നു. Material world is true and real. The ultimate reality is the world of physical objects. ഭൗതിക ലോകം സത്യവും യാഥാർത്ഥ്യവുമാണ്. ഭൗതിക വസ്തുക്കളുടെ ലോകമാണ് പരമമായ യാഥാർത്ഥ്യം. റിയാലിറ്റി എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഹ്യൂമൻ മൈൻഡ്. യാഥാർത്ഥ്യം മനുഷ്യ മനസ്സിൽ നിന്ന് സ്വതന്ത്രമാണ്. ഇന്ദ്രിയങ്ങൾ അറിവിൻ്റെ കവാടങ്ങളാണ്. സത്യം നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്നു. Whatever is perceptible to senses are true and real. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതെല്ലാം സത്യവും യാഥാർത്ഥ്യവുമാണ്. Man is a part of material world. Like any other material thing, mind has mechanical functioning. മനുഷ്യൻ ഭൗതിക ലോകത്തിൻ്റെ ഭാഗമാണ്. മറ്റേതൊരു ഭൗതിക വസ്തുക്കളെയും പോലെ മനസ്സിനും ഒരു മെക്കാനിക്കൽ പ്രവർത്തനം ഉണ്ട്. There is no mysterious intelligence or ultimate mind behind nature. Nature just operates according to certain laws and principles. Soul and God is a figment of imagination. പ്രകൃതിക്ക് പിന്നിൽ നിഗൂഢമായ ബുദ്ധിയോ ആത്യന്തിക മനസ്സോ ഇല്ല. ചില നിയമങ്ങളും തത്വങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആത്മാവും ദൈവവും ഒരു ഭാവനയാണ്. മാറ്റർ ഈസ് ഡൈനാമിക്, മൈൻഡ് ഈസ് മാറ്റർ ഓറിയൻറ്റഡ്. ദ്രവ്യം ചലനാത്മകമാണ്, മനസ്സ് കാര്യാധിഷ്ഠിതമാണ്. Goodness would be found in the laws of nature and the order of the physical world. പ്രകൃതിയുടെ നിയമങ്ങളിലും ഭൗതിക ലോകത്തിൻ്റെ ക്രമത്തിലും നന്മ കണ്ടെത്തും. Anything that reflects nature is beautiful. Man should take his cues about beauty from nature. പ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന എന്തും മനോഹരമാണ്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് സൗന്ദര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ സ്വീകരിക്കണം. നോളജ് ഇസ് എ ഡെറിവേഷൻ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഒരു ഉൽപ്പന്നമാണ് അറിവ്. Impact of realism on education. Education according to realism is the process which enables a learner to acquaint with real circumstances of life by acquiring factual knowledge about objective realities of the world. Realism supported utilitarian viewpoint in education. The purpose of education, according to social realists, is to prepare the practical man of the world. The influence exerted by realism on different aspects of modern education are summarized below. വിദ്യാഭ്യാസം റിയലിസം അനുസരിച്ച് ലോകത്തിൻ്റെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വസ്തുതാപരമായ അറിവ് നേടുന്നതിലൂടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സാഹചര്യങ്ങളെ പരിചയപ്പെടാൻ ഒരു പഠിതാവിനെ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ്. വിദ്യാഭ്യാസത്തിലെ യൂട്ടിലിറ്റേറിയൻ വീക്ഷണത്തെ റിയലിസം പിന്തുണച്ചു. സോഷ്യൽ റിയലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ലോകത്തിലെ പ്രായോഗിക മനുഷ്യനെ തയ്യാറാക്കുക എന്നതാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ വശങ്ങളിൽ റിയലിസം ചെലുത്തുന്ന സ്വാധീനങ്ങൾ ചുവടെ കൊടുക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ റിയലിസവും ലക്ഷ്യങ്ങളും. റിയലിസം ആൻഡ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. The basic purpose of education according to realism is to provide the learner with the essential knowledge acquired for survival in the natural world. Such knowledge will provide the skills necessary to achieve a secure and happy life. The following are the other important aims of realistic education. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം റിയലിസം അനുസരിച്ച് പഠിതാവിന് പ്രകൃതിദത്ത ലോകത്തിലെ അതിജീവനത്തിനാവശ്യമായ അറിവ് നൽകുക എന്നതാണ്. അത്തരം അറിവ് സുരക്ഷിതവും സന്തുഷ്ടപരവുമായ ജീവിതം കൈവരിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ നൽകും. റിയലിസ്റ്റിക് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇവയാണ്. To prepare the child for a real and practical life of material world.
ഭൗതിക ലോകത്തിൻ്റെ യാഥാർത്ഥവും പ്രായോഗികവുമായ ജീവിതത്തിനായി കുട്ടിയെ തയ്യാറാക്കുക. ടു ഡെവലപ്പ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പവേഴ്സ് ഓഫ് ചൈൽഡ്. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ശക്തികൾ വികസിപ്പിക്കുക. ടു ഡെവലപ്പ് ആൻഡ് ട്രെയിൻ ദ സെൻസസ് ഓഫ് ദ ചൈൽഡ് ത്രൂ വേരിയഡ് എക്സ്പീരിയൻസസ്. വൈവിധ്യങ്ങളിലൂടെ കുട്ടിയുടെ ഇന്ദ്രിയങ്ങൾ വികസിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. ടു അക്വയർ ദ ചൈൽഡ് വിത്ത് നേച്ചർ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. കുട്ടിയെ പ്രകൃതിയും സാമൂഹിക ചുറ്റുപാടും പരിചയപ്പെടുത്തുക. ടു ഡെവലപ്പ് സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ആൻഡ് ദ ഹാബിറ്റ് ഓഫ് റീസണിങ്, ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഇൻ ദ ലേണർ. ശാസ്ത്രീയ വീക്ഷണം, ന്യായവാദശീലങ്ങൾ, സ്വതന്ത്രമായ ചിന്തകൾ, വിവേചനാധികാരം എന്നിവ വികസിപ്പിക്കുക. ടു ഡെവലപ്പ് ദ ഒക്കേഷണൽ സ്കിൽ ഓഫ് എഡ്യൂക്കേഷൻ. കുട്ടിയുടെ തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കുക. The realism and curriculum. Curriculum is a means of realizing the aim of education. Realistic curriculum is highly organized and systematic. It lays emphasis on finding out the truth and material world through scientific method. The following are the important features of realistic curriculum. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് പാഠ്യപദ്ധതി. റിയലിസ്റ്റിക് പാഠ്യപദ്ധതി വളരെ സംഘടിതവും വ്യവസ്ഥാപിതവുമാണ്. ശാസ്ത്രീയമായ രീതിയിലൂടെ ഭൗതിക ലോകത്തിൻ്റെ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് അത് ഊന്നൽ നൽകുന്നു. റിയലിസ്റ്റിക് പാഠ്യപദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. കരിക്കുലം ഷുഡ് ബി പ്രാക്ടിക്കൽ ആൻഡ് യൂസ്ഫുൾ. പാഠ്യപദ്ധതി പ്രായോഗികവും ഉപകാരപ്രദവും ആയിരിക്കണം. Curriculum should be scientifically approached, standardized, and distinct, discipline-based. It should include sciences in all of its many branches. അതിൻ്റെ എല്ലാ ശാഖകളിലും ശാസ്ത്രം ഉൾപ്പെടുത്തണം. നേച്ചർ സ്റ്റഡി, physical science, mathematics, humanities, social science, occasional subjects should be included in the curriculum. പ്രകൃതി പഠനം, ഫിസിക്കൽ സയൻസ്, ഗണിതം, ഹ്യൂമാനിറ്റി, സോഷ്യൽ സയൻസ്, ഒക്കേഷണൽ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. വാല്യൂസ് ഓഫ് സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഷുഡ് ബി സ്ട്രെസ്ഡ്. ശാസ്ത്രീയ വസ്തുനിഷ്ഠതയുടെയും വിമർശനാത്മക പരിശോധനയുടെയും മൂല്യങ്ങൾ ഊന്നിപ്പറയേണ്ടതാണ്. Knowledge must be given through the medium of mother tongue. അറിവ് നൽകേണ്ടത് മാതൃഭാഷയിലൂടെയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഷുഡ് ഫൈൻഡ് എ പ്ലേസ് ഇൻ കരിക്കുലം അറ്റ് ഓൾ ലെവൽസ്. ശാരീരിക പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും പാഠ്യപദ്ധതിയിൽ ഇടം കണ്ടെത്തണം. റിയലിസം ആൻഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. Realism and methods of teaching. Realism calls for child-centered methods in education. The method of teaching should change according to the needs and abilities of children. The teaching methods should help the learner to gain knowledge through senses according to child's nature and capacity by way of observation and experience. The major features of realistic education are the following. റിയലിസവും പഠിപ്പിക്കുന്ന രീതികളും. റിയലിസം വിദ്യാഭ്യാസത്തിൽ ശിശു കേന്ദ്രീകൃത രീതികൾ ആവശ്യപ്പെടുന്നു. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് അധ്യാപന രീതി മാറണം. കുട്ടിയുടെ സ്വഭാവവും കഴിവും അനുസരിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് നേടുന്നതിന് പഠനരീതികൾ പഠിതാവിനെ സഹായിക്കണം. ഫീച്ചേഴ്സ്. Number 1. Observation, experimentation, heuristic learning, direct experiencing and handling actual objects should be encouraged. നിരീക്ഷണം, പരീക്ഷണം, നേരിട്ടുള്ള അനുഭവം, യഥാർത്ഥ വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, ഹ്യൂറിസ്റ്റിക് പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. B. Realist would encourage the use of lectures, discussion and symposia. യഥാർത്ഥവാദികൾ റിയലിസ്റ്റ് പ്രഭാഷണങ്ങൾ, ചർച്ചകൾ, സിംപോസിയങ്ങൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കും. റിയലിസ്റ്റ് ഫേവർ ഇൻഡക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് പ്രാക്ടിക്കൽ വെരിഫിക്കേഷൻ ഓഫ് അക്വയർഡ് നോളജ്. റിയലിസ്റ്റ് ഇൻഡക്റ്റീവ് രീതികളും നേടിയ അറിവിൻ്റെ പ്രായോഗിക പരിശോധനയും ഇഷ്ടപ്പെടുന്നു.
Learning by traveling and touring should be encouraged. യാത്രകളിലൂടെയും ടൂറിങ്ങിലൂടെയും പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. റിയലിസം ഗ്രേറ്റ്ലി സപ്പോർട്ടഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ എഡ്യൂക്കേഷൻ. റിയലിസം വിദ്യാഭ്യാസത്തിൽ ദൃശ്യ ശ്രവ്യ സഹായങ്ങളെ വളരെയധികം പിന്തുണയ്ക്കുന്നു. റിയലിസം ഓൾസോ സ്ട്രെസ്ഡ് ഇൻ്റഗ്രേറ്റഡ് നോളജ് ത്രൂ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. കോ കരിക്കുലർ പ്രവർത്തനങ്ങളിലൂടെ സംയോജിത അറിവിന് റിയലിസം ഊന്നൽ നൽകുന്നു. Realism and discipline. Realism considers discipline as an adjustment to objectivity. It is required to enable the learner to adjust to his environment. The major features of discipline suggested by realists in education are the following. വസ്തുനിഷ്ഠതയിലേക്കുള്ള ഒരു ക്രമീകരണത്തെയാണ് റിയലിസം അച്ചടക്കത്തെ കണക്കാക്കുന്നത്. പഠിതാവിനെ അവൻ്റെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ പ്രാപ്തനാക്കേണ്ടത് ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിലെ റിയലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന അച്ചടക്കത്തിൻ്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നു. റിയലിസം സപ്പോർട്ട്സ് സെൽഫ് ഡിസിപ്ലിൻ ത്രൂ വെൽ ഓർഗനൈസ്ഡ് സ്കൂൾ ആക്ടിവിറ്റീസ്. റിയലിസം നന്നായി ചിട്ടപ്പെടുത്തിയ സ്കൂൾ പ്രവർത്തനങ്ങളിലൂടെ സ്വയം അച്ചടക്കത്തെ പിന്തുണയ്ക്കുന്നു. മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ സജസ്റ്റഡ് ടു ഇഫക്ട് ഡിസിപ്ലിൻ ഇൻ സ്കൂൾസ്. സ്കൂളുകളിൽ അച്ചടക്കം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ധാർമ്മികവും മതപരവുമായ വിദ്യാഭ്യാസവും നിർദ്ദേശിക്കപ്പെടുന്നു. Realism advocates a synthetic form of impressionistic and emancipator discipline. ഇംപ്രഷനിസ്റ്റിക് വിമോചക അച്ചടക്കത്തിൻ്റെ സിന്തറ്റിക് രൂപത്തെ റിയലിസം വാദിക്കുന്നു. Affection, love and sympathy shown to children by the school personnel with curtail incidents of indiscipline. സ്കൂൾ ജീവനക്കാർ കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും സഹാനുഭൂതിയും അച്ചടക്കരാഹിത്യം കുറയ്ക്കും. Quenching of natural curiosity of children by providing challenging tasks in the school will help to promote positive discipline. സ്കൂളിൽ വെല്ലുവിളി നിറഞ്ഞ ജോലികൾ നൽകിക്കൊണ്ട് കുട്ടികളുടെ സ്വാഭാവിക ജിജ്ഞാസ കെടുത്തുന്നത് നല്ല അച്ചടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കും. Realism and teacher. The role of realist teacher is somewhere midway between that of an idealist teacher and naturalist teacher. He is neither supreme nor insignificant in the educational process. The following are the realistic views about a teacher. റിയലിസ്റ്റിക് ടീച്ചറുടെ റോൾ ഒരു ആദർശവാദി അധ്യാപകൻ്റെയും നാച്ചുറലിസ്റ്റ് അധ്യാപകൻ്റെയും ഇടയിൽ ആണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകൻ ഉന്നതനോ നിസ്സാരനോ അല്ല. ഒരു അധ്യാപകനെക്കുറിച്ചുള്ള യഥാർത്ഥമായ വീക്ഷണങ്ങൾ ഇവയാണ്. റിയലിസം ഡസ് നോട്ട് അറ്റാച്ച് much importance to the personality of the teacher as they do not consider the teacher's personality as very influential in acquiring knowledge. റിയലിസം അധ്യാപകന്റെ വ്യക്തിത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. കാരണം അറിവ് സമ്പാദിക്കുന്നതിൽ അധ്യാപക വ്യക്തിത്വത്തെ വളരെ സ്വാധീനിക്കുന്നതായി അവർ കണക്കാക്കുന്നില്ല. The teacher, however, should be a person having full knowledge of the content and needs of children. എന്നിരുന്നാലും അധ്യാപകൻ സബ്ജക്റ്റിൻ്റെ ഉള്ളടക്കത്തെയും കുട്ടികളുടെ ആവശ്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായ അറിവുള്ള വ്യക്തിയായിരിക്കണം. The teacher must be capable to present before the child the facts as they are in the real form by employing psychological and scientific methods. മനഃശാസ്ത്രപരവും ശാസ്ത്രീയവുമായ രീതികൾ അവലംബിച്ച് വസ്തുതകൾ അവയുടെ യഥാർത്ഥ രൂപത്തിൽ കുട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അധ്യാപകൻ പ്രാപ്തനാകണം. The teacher should create opportunities for observation and experimentation. അധ്യാപകൻ നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും അവസരമൊരുക്കണം. Realists insist upon the training of teachers before they are engaged in teaching. അധ്യാപകരുടെ അധ്യാപനത്തിന് ഏർപ്പെടുന്നതിന് മുമ്പ് അവരെ പരിശീലിപ്പിക്കണം എന്ന് റിയലിസ്റ്റുകൾ നിർബന്ധിക്കുന്നു. Contribution of realism to education. The realistic philosophy has its impact on every principle and practice of education.
The present-day practical education is mostly contributed by realism through its overemphasis on the study of science subject and stress given to technical and vocational education. The following are the other major contribution of realism to education. വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തത്വങ്ങളിലും പ്രയോഗങ്ങളിലും റിയലിസ്റ്റിക് തത്വചിന്ത അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നു. ഇന്നത്തെ പ്രായോഗിക വിദ്യാഭ്യാസം കൂടുതലും സംഭാവന ചെയ്യുന്നത് റിയലിസമാണ്. അത് സയൻസ് വിഷയങ്ങളുടെ പഠനത്തിന് അമിതമായ ഊന്നൽ നൽകുന്നതിലൂടെ സാങ്കേതികവും തൊഴിലധിഷ്ഠിതവുമായ വിദ്യാഭ്യാസത്തിന് നൽകുന്ന സമ്മർദ്ദത്തിലൂടെയാണ്. വിദ്യാഭ്യാസത്തിന് റിയലിസത്തിന്റെ മറ്റു പ്രധാന സംഭവങ്ങൾ ഇനി പറയുന്നവയാണ്. റിയലിസം സ്റ്റാൻഡ്സ് ഫോർ ആൻ എഡ്യൂക്കേഷൻ which is practical and utilitarian. It suggested those subjects and activities which prepare the child for real and practical life. റിയലിസം എന്നത് പ്രായോഗികവും പ്രയോജനപ്രദവുമായ ഒരു വിദ്യാഭ്യാസത്തെ പ്രതിനിധീകരിക്കുന്നു. യഥാർത്ഥവും പ്രായോഗികവുമായ ജീവിതത്തിന് കുട്ടിയെ സജ്ജമാക്കുന്ന വിഷയങ്ങളും പ്രവർത്തനങ്ങളും അത് നിർദ്ദേശിക്കുന്നു. Considering the needs of the individual and demands of the society, റിയലിസം സെറ്റ് സെൻസിബിൾ ആൻഡ് യൂസ്ഫുൾ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. വ്യക്തിയുടെ ആവശ്യങ്ങളും സമൂഹത്തിന്റെ ആവശ്യങ്ങളും കണക്കിലെടുത്ത് റിയലിസം വിദ്യാഭ്യാസത്തിന്റെ വിവേകപൂർണവും ഉപയോഗപ്രദവുമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുന്നു. റിയലിസം emphasized the need to prepare the child for the present life and advocated the child-centered education. റിയലിസം കുട്ടിയെ ജീവിതത്തിനായി തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തെ വാദിക്കുകയും ചെയ്തു. Multi-purpose curriculum is a contribution of realism in education. വിദ്യാഭ്യാസത്തിൽ റിയലിസത്തിന്റെ സംഭാവനയാണ് മൾട്ടി-പർപ്പസ് കരിക്കുലം. The important position of scientific subjects in present-day curriculum is the contribution of realism. ഇന്നത്തെ പാഠ്യപദ്ധതിയിൽ ശാസ്ത്ര വിഷയങ്ങളുടെ പ്രധാന സ്ഥാനം റിയലിസത്തിന്റെ സംഭാവനയാണ്. Realists widened the scope of education by including scientific subjects and technical subjects, social sciences, humanities and literature in the curriculum in order to bring out a balanced personality development in the child. കുട്ടികളിൽ സന്തുലിതമായ വ്യക്തിത്വ വികസനം കൊണ്ടുവരുന്നതിനായി ശാസ്ത്ര വിഷയങ്ങൾ, സാങ്കേതിക വിഷയങ്ങൾ, സാമൂഹിക ശാസ്ത്രങ്ങൾ, മാനവിക വിഷയങ്ങൾ, സാഹിത്യം എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റിയലിസ്റ്റുകൾ വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തി വിപുലീകരിച്ചു. Realism emphasized scientific tendencies in education. It emphasizes the study of science subjects and encouraged scientific experimentation as a method of teaching and learning. വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ പ്രവണതകൾക്ക് റിയലിസം ഊന്നൽ നൽകി. ഇത് ശാസ്ത്ര വിഷയങ്ങളുടെ പഠനത്തിന് ഊന്നൽ നൽകുകയും പഠിപ്പിക്കുന്നതിനും ഉള്ള ഒരു രീതിയായി ശാസ്ത്രീയ പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. Realistic education has brought about revolutionary changes in the methods of teaching by attaching importance to inductive, experimental, heuristic and correlation methods. ഇൻഡക്റ്റീവ്, എക്സ്പെരിമെന്റൽ, ഹ്യൂറിസ്റ്റിക്, കോറിലേഷൻ രീതികൾക്ക് പ്രാധാന്യം നൽകി റിയലിസ്റ്റിക് വിദ്യാഭ്യാസം അധ്യാപന രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. The prevailing discipline in modern education, which is a synthesis of impressionistic and emancipatory disciplines in the contribution of realism. ഇംപ്രഷനിസ്റ്റിക് ആൻഡ് ഇമാൻസിപ്പേറ്ററി ഡിസിപ്ലിൻ. ഇംപ്രഷനിസ്റ്റ് അച്ചടക്കം ഇത്തരം അച്ചടക്കം സ്വയം അച്ചടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു കുട്ടിയും നല്ലതോ മോശമായതോ ആയ പെരുമാറ്റത്തിൽ അല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവനുമായി സമ്പർക്കം പുലർത്തുന്ന അധ്യാപകർക്ക് പെരുമാറ്റം രൂപപ്പെടുത്താൻ കഴിയും. വിമോചന അച്ചടക്കം ഉചിതവും സുഗമവുമായ രീതിയിൽ സ്വയം അച്ചടക്കത്തിലേക്ക് നയിക്കുന്നു. വിമോചനവാദപരമായ അച്ചടക്കം കുട്ടികളിൽ ഒരു വൈകാരിക സങ്കീർണതയും സൃഷ്ടിക്കുന്നില്ല. അവൻ മാനസികമായും ശാരീരികമായും ആരോഗ്യത്തോടെ തുടരുന്നു. എന്നാൽ ഒരു കുട്ടിയുടെ സഹജമായ പ്രവണതകൾ പൊതുവെ മൃഗസഹജമാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ നിലവിലുള്ള അച്ചടക്കം അത് ഇംപ്രഷനിസ്റ്റിക് വിമോചന വിഷയങ്ങളുടെ സമന്വയം ആണ്. ഇത് റിയലിസ്റ്റിന്റെ സംഭാവനയാണ്. റിയലിസം modernized teaching learning process by applying different methods of teaching such as inductive method, debate and discussion, observation, learning by experiences, traveling and tour, heuristic method, sense training and experimentation. ഇൻഡക്റ്റീവ് രീതി സംവാദവും ചർച്ചയും നിരീക്ഷണം അനുഭവത്തിലൂടെയുള്ള പഠനം യാത്രയും ടൂറും, ഹ്യൂറിസ്റ്റിക് രീതി
ഇന്ദ്രിയ പരിശീലനം, പരീക്ഷണം എന്നിങ്ങനെ വിവിധ അധ്യാപന രീതികൾ പ്രയോഗിച്ച് റിയലിസം അധ്യാപന പഠന പ്രക്രിയയെ നവീകരിച്ചു. ലിമിറ്റേഷൻസ് ഓഫ് റിയലിസം. Realism attaches importance exclusively on facts and physical realities. It does not give importance to ideas and values. Education that neglects ideals and values which create helplessness and permission in the learner. റിയലിസം വസ്തുതകൾക്കും ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കും മാത്രമേ പ്രാധാന്യം നൽകുന്നുള്ളൂ. അത് ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നില്ല. ആദർശങ്ങളെയും മൂല്യങ്ങളെയും അവഗണിക്കുന്ന ഒരു വിദ്യാഭ്യാസം പഠിതാവിന് നിസ്സഹായതയും അശുഭാപ്തി വിശ്വാസവും സൃഷ്ടിക്കും. ഇറ്റ് നെഗ്ലെക്ട്സ് ദ സ്റ്റഡി ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിറ്ററേച്ചർ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ എസ്തറ്റിക് ഡെവലപ്മെന്റ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് പ്രൊമോഷൻ ഓഫ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. സൗന്ദര്യാത്മക വികസനത്തിനും സാമൂഹിക മാറ്റത്തിനും സംസ്കാരത്തിന്റെ പ്രോത്സാഹനത്തിനും പ്രേക്ഷണത്തിനും അത്യന്താപേക്ഷിതമായ കല, മാനവികത, സാഹിത്യം എന്നിവയുടെ പഠനത്തെ ഇത് അവഗണിക്കുന്നു. Realistic education discards spiritual needs of man. It does not accept the importance of eternal values without which it is not possible to attain real happiness. റിയലിസ്റ്റിക് വിദ്യാഭ്യാസം മനുഷ്യന്റെ ആത്മീയ ആവശ്യങ്ങൾ അവഗണിക്കുന്നു. ശാശ്വത മൂല്യങ്ങൾക്ക് പ്രാധാന്യം അത് അംഗീകരിക്കുന്നുമില്ല. അതില്ലാതെ യഥാർത്ഥ സന്തോഷം കൈവരിക്കാൻ കഴിയില്ല. It ignores imagination, feeling, emotion and sentiments which are important facts of individual and social lives. വ്യക്തിയുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും പ്രധാന വസ്തുതകളായ ഭാവന, വികാരങ്ങൾ എന്നിവയെ അത് അവഗണിക്കുന്നു. It emphasizes material aspects and neglects the development of social efficiency and universal brotherhood. അത് ഭൗതിക വശങ്ങളെ ഊന്നിപ്പറയുകയും സാമൂഹിക കാര്യക്ഷമതയുടെയും സാർവത്രിക സാഹോദര്യത്തിൻ്റെയും വികസനത്തെ അവഗണിക്കുകയും ചെയ്യുന്നു. ഇറ്റ് അണ്ടർമൈൻസ് ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എ ടീച്ചർ ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു അധ്യാപകന്റെ പങ്കിനെയും പ്രാധാന്യത്തെയും ഇത് ദുർബലപ്പെടുത്തുന്നു. The overemphasis on objectivity and material facts in education makes learning dull and education colorless. വിദ്യാഭ്യാസത്തിലെ വസ്തുനിഷ്ഠതയ്ക്കും ഭൗതിക വസ്തുതകൾക്കും അമിതമായി ഊന്നൽ നൽകുന്നത് പഠനത്തെ മങ്ങിയതും വിദ്യാഭ്യാസത്തെ നിറമില്ലാത്തതും ആക്കുന്നു.